കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 5 മിനിറ്റ് മാത്രം യാത്രാ ദൂരത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു പ്രകൃതിരമണീയ പശ്ചാത്തലത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട 2 ബ്രാൻഡ് ന്യൂ ആർക്കിടെക്ചറൽ ലക്ഷൂറിയസ് വീടുകളുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഈ 2 മനോഹര ആർക്കിടെക്ചറൽ സൗധങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപമുള്ള തെങ്ങോടാണ്. 6.200 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2700 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും 1 ഓഫീസ് റൂമും 1 മെയ്ഡ് ബെഡ്റൂമും പ്ലസ് ബാത്റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ 2 വീടുകളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ 5 മീറ്ററോളം വീതി വരുന്ന ടാർ റോഡ് ഫ്രണ്ടേജ് അഭിമുഖമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ 2 വീടുകളുടെയും മുൻഭാഗത്തായി വളരെ രാജകീയ പ്രൗഢിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗേറ്റുകളും മതിലുകളുമാണ് നമുക്ക് കാണുവാനായി കഴിയുക. 4 ആർക്കിടെക്ചറൽ ലക്ഷൂറിയസ് വീടുകൾ മാത്രമാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇതിൽ തന്നെ പൂർത്തീകരിക്കപ്പെട്ട 2 വീടുകളിൽ ഒരു വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കോബിൾ സ്റ്റോൺ പാകിയ മനോഹരമായിട്ടുള്ള വീടിൻ്റെ മുൻഭാഗത്തെ മുറ്റത്തേക്കാണ്. ഏകദേശം 4ഓളം വലിയ കാറുകൾ തന്നെ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യവുമാണ്. ഈ വീട് വാങ്ങിക്കുന്നവരുടെ ഇഷ്ടാനുസരണത്തിലുള്ള കാർ പോർച്ചും ഈ ബിൽഡർ തന്നെ നമുക്ക് ചെയ്ത് നൽകുന്നതുമാണ്. മനോഹരമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ ബോക്സി കണ്ടംപററി എലിവേഷനാണ് ഈ 2 വീടുകൾക്കും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും. ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടുകളുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ 2 വീടുകളുടെയും ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് നൽകിയിട്ടാണ് വീടിൻ്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതും. ഈ 2 വീടുകളിലും കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് ഈ 2 വീടുകളുടെയും കിണറിൻ്റെ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നതും. മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് 500 മീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് 2 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 3 കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 5 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 9 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്ക് 10 കിലോമീറ്ററുമാണ് ഈ ലക്ഷൂറിയസ് വീടുകളിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത്. മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് നമുക്കിനി ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. വീടിന് മുൻഭാഗത്തായി വളരെ നീളമേറിയ ഒരു സിറ്റൗട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ തുറക്കുവാൻ കഴിയുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു മെയിൻ ഡോറാണ് മുൻഭാഗത്തായി നമുക്ക് ലഭിക്കുന്നത്. നമ്പർ ലോക്കും ഫിംഗർ ലോക്കും ഉൾപ്പെടെ നൽകപ്പെട്ടിരിക്കുന്ന ഈ മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുക വീടിൻ്റെ രാജകീയ പ്രൗഢി വിളിച്ചോതുന്ന തരത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. ഡബിൾ ഹൈറ്റഡ് സീലിംഗിലായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗം വളരെ മനോഹരമായി തന്നെയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. വളരെ വലിയൊരു ഷാൻലിയറും ഡബിൾ ഹൈറ്റഡ് ഭാഗത്തായി നമുക്ക് കാണുവാനായി കഴിയും. ധാരാളം വെന്റിലേഷനോട് കൂടിയിട്ടുള്ള നിരവധി ഭാഗങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് ടെക്സ്ചർ വർക്കോടുകൂടി ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു TV യൂണിറ്റിനുള്ള സ്പേസും വിട്ടു നൽകിയിട്ടുണ്ട്. ഏതൊരു വലിയ സിറ്റിയെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിട്ടാണ് വീടിൻ്റെ ലിവിംഗ് ഏരിയ ഭാഗം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ്. വളരെ രാജകീയ പ്രൗഢിയോടെ തന്നെയാണ് ഈ ഭാഗത്തിൻ്റെ ഫോൾ സീലിംഗ് വർക്കുകളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. BLDC ഫാനുകൾ അടക്കം നൽകി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് വളരെ ഭംഗിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ക്രോക്കറി ഷെൽഫും നൽകപ്പെട്ടിരിക്കുന്നു. വീടിൻ്റെ ആസ്തറ്റിക് ലുക്കിന് അനുയോജ്യമായ രീതിയിലാണ് ഈ ഭാഗത്ത് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്ത് നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയ ഭാഗത്തേക്ക് 20ഓളം പേർക്ക് വരെ ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും നമുക്ക് ലഭ്യമാണ്. ഡൈനിങ് ഏരിയ ഭാഗത്ത് നിന്ന് ഡയറക്റ്റ് എൻട്രി ലഭിക്കുന്ന ഒരു പാഷ്യോ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത്. ഈ ഭാഗത്ത് ഭംഗിയാർന്നിട്ടുള്ള ഗാർഡനെല്ലാം വെച്ച് പിടിപ്പിച്ചാണ് നമുക്ക് നൽകിയിട്ടുള്ളതും. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ്.
മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് ഈ വീടിൻ്റെ കിച്ചൺ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യത്തിൽ ഇലക്ട്രിക് ചിമ്മിണി സഹിതം ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നു. കിച്ചണിനോട് തൊട്ടുചേർന്ന് തന്നെ സർവന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമുക്കിനി വീടിൻ്റെ മെയിൻ യൂട്ടിലിറ്റി കിച്ചൺ വർക്ക് ഏരിയ ഭാഗത്തേക്ക് പ്രവേശിക്കാം. കിച്ചണേക്കാൾ ഡബിൾ നീളത്തിലാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഷീറ്റഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു ലെങ്തി ഡിസൈനിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന കിച്ചൺ വർക്ക് ഏരിയ സ്പേസിൽ നിന്ന് നമുക്കിനി വീടിൻ്റെ ബെഡ്റൂമുകളിലേക്ക് പ്രവേശിക്കാം. ഈ രണ്ട് വീടുകളുടെയും ഇൻറ്റീരിയർ പാറ്റേണും പ്ലാനിങ്ങുമെല്ലാം ഏകദേശം ഒരേ രൂപത്തിൽ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. ഏകദേശം 14 അടി നീളവും 12.5 അടി വീതിയിലുമാണ് ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ വലിയ ഒരു മൾട്ടിവുഡിൽ തീർത്ത വാർഡ്രോബ് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലടക്കം സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ജാഗ്വാർ ആണ്. നമ്മളിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തേതും മാസ്റ്റർ ബെഡ്റൂമിലേക്കുമാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. 16 അടി നീളത്തിലും 14 അടി വീതിയിലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വളരെ രാജകീയ പ്രൗഢി നൽകുന്ന വലിയൊരു വിശാല ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. വീടിൻ്റെ ഈ ബെഡ്റൂമിൽ വലിയൊരു വാർഡ്രോബും നമുക്ക് കാണുവാനായി കഴിയും. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്കിനി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയർ വാളിലായി വലിയൊരു പാർട്ടീഷൻ നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ ധാരാളം പ്രകാശം നമുക്ക് ലഭ്യവുമാണ്. സ്റ്റെയർ കയറി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റും നമുക്ക് ഈ ഭാഗത്തായി കാണുവാനായി കഴിയും. സ്റ്റെയറിലായി കൈവരികൾക്കായി നല്ല രീതിയിലുള്ള ടഫൻ ഗ്ലാസും അതിന് മുകളിൽ വുഡൻ പാനലിങ്ങും നൽകപ്പെട്ടിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നമ്മൾ ആസ്വദിച്ച വിശാലമായിട്ടുള്ള ആ ഷാൻലിയറിൻ്റെ സമീപ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു ഗെറ്റ് ടുഗദർ എല്ലാം സംഘടിപ്പിക്കാവുന്ന രീതിയിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഭാഗമാണ് നമ്മളിപ്പോൾ നേരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് ഈ ഭാഗത്ത് സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് നേരെ പ്രവേശിക്കാവുന്ന മനോഹരമായിട്ടുള്ള ഒരു അപ്പർ പാഷ്യോ ഭാഗവും ഈ ഭാഗത്ത് നൽകപ്പെട്ടിട്ടുണ്ട്. നമുക്കിനി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളിലേക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. 14 അടി നീളത്തിലും 12 അടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡ്രോബ് തന്നെയാണ് നമുക്ക് കാണുവാനായി കഴിയുക. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ സ്റ്റാൻഡ് കൂടി ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നു. തീം ബേസ്ഡ് ആയിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുക വീട്ടിലെ അവസാനത്തേതും 4ാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത്. എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇത്. വളരെ രാജകീയ പ്രൗഢിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിറയെ ഗ്ലാസ് പാർട്ടീഷനുകൾ കൊണ്ടുള്ള മിനി ബാൽക്കണികളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഭംഗിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയ വാർഡ്രോബുകൾ തന്നെ മൾട്ടിവുഡിൽ തീർത്ത് നൽകപ്പെട്ടിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്ന് നേരെ നോക്കിയാൽ നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്ക് കയ്യെത്തും ദൂരത്തായി കാണുവാനുള്ള സൗകര്യവുമുണ്ട്. മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുക വീട്ടിലെ ഓഫീസ് റൂമായിട്ടോ സ്റ്റഡി റൂമായിട്ടോ എല്ലാം ഉപയോഗപ്പെടുത്താവുന്ന മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂം ഭാഗത്തേക്കാണ്. ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ്. എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 3 കിലോമീറ്റർ മാത്രം ദൂരത്തിലായി തെങ്ങോട് 6.200 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2700 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു ഓഫീസ് റൂമും ഒരു മെയ്ഡ് ബെഡ്റൂം പ്ലസ് ബാത്റൂമും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ 2 അൾട്രാ ലക്ഷൂറിയസ് വീടുകൾക്കും ഓർഡർ ആവശ്യപ്പെടുന്ന തുക 1,65,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളുമാണ്. 90% ബാങ്ക് ലോൺ ഫെസിലിറ്റി ലഭ്യമാക്കിയിരിക്കുന്ന ഈ 2 അൾട്രാ ലക്ഷൂറിയസ് വീടുകളും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക.